അപ്പം ആ സർജറി കഴിഞ്ഞിരിക്കുന്നവരെ എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അവരുടെ എല്ലാ കമന്റ്സ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല കേട്ടോ. ചിലർക്ക് അധികം പെയിൻ ഒന്നും ഉണ്ടാവാറില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സർജറി ആണെങ്കിൽ നമ്മൾ കുറെ കൂടെ നമ്മുടെ ആരോഗ്യം ബെറ്റർ ആയിരിക്കും. നമുക്ക് അത്രത്തോളം നമ്മൾ ആ ശരീരം നമുക്ക് കുറച്ചുകൂടെ താങ്ങാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു കീമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് സർജറി എങ്കിൽ നമ്മൾ ഓൾറെഡി ടയേർഡ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും ഒത്തിരി പേര് ഞാൻ പറഞ്ഞില്ല പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ വിളിച്ച് ചോദിച്ചിട്ട് പോലും എനിക്ക് ശരിക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോലും ആ ടൈമിൽ പറ്റിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം രാവിലെ തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ടൊക്കെ ആകുമ്പോൾ എടുത്താണ്, എപ്പോഴെങ്കിലും ഒരു ആശ്വാസമൊക്കെ വരുമ്പോൾ ഫോണൊക്കെ എടുത്ത് നോക്കുന്നത്. അന്നേരമാണ് ഞാൻ അവർക്ക് ചെറിയൊരു റിപ്ലൈ ആയിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസങ്ങൾ. ഒരു മുറിവുകളെടുത്ത് സ്റ്റിച്ച് ഇടുന്നിടത്ത് മാത്രം നമ്മൾ സോപ്പ് തേക്കരുതെന്നേ ഉള്ളൂ. 2 നേരം നമ്മൾ നന്നായിട്ട് സോപ്പ് കയ്യിൽ ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മൾ തേച്ച് നന്നായിട്ട് കുളിക്കുക. കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒരു പഞ്ഞി കോട്ടനൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ മുഴുവൻ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മുടെ ആ മുറിവ് മാത്രം ക്ലീൻ ചെയ്യുക, അതിനുശേഷം മാത്രമേ ആ കോട്ടൺ വെച്ചിട്ട് ചുറ്റുള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കീമോടെ പോലെ തന്നെയാണ് സർജറി ടൈമിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല അതൊരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുറിവ് എന്നാ പറയുന്ന കരിയാൻ താമസിക്കുക, അങ്ങനെയുള്ള ചെയ്തിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമുക്ക് ചില ടൈമിൽ BP ഹൈ ആവുന്നുണ്ടാവും. അതൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ ഓൾറെഡി BP അങ്ങനെ ഹൈ ആയിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഡോക്ടേഴ്സിനോട് ജസ്റ്റ് പറഞ്ഞു നോക്കിയിട്ടാൽ അവർ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ടാബ്ലറ്റ് ഒക്കെ ഒരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജ്യൂസുകളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും സംഭവം കണ്ടന്റും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കുടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ നമ്മൾ ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാവും സർജറിയുടെ ടൈമിൽ. നമ്മൾ സർജറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഹെവി ഡോസ് പെയിൻ കില്ലറൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ഈ പെയിൻ കില്ലർ കഴിക്കണം എന്ന് ഡോക്ടേഴ്സ് ഉറപ്പൊന്നും പറയുന്നില്ല. അവർ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കഴിക്കണ്ട.